ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളേവരും കാത്തിരുന്ന ആ ഒരു മിനിറ്റിലേക്ക് എത്തുകയാണ്. ഡൊമിനിക് മൂവിയുടെ ആദ്യ പ്രിവ്യൂ ഷോയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എടുത്തു പറയാം, ഇത് അണിയറയിൽ അല്ലെങ്കിൽ സിനിമയുമായി അടുത്ത് ബന്ധമുള്ളവർ മാത്രം കണ്ടിരിക്കുന്ന ഷോ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യ അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു, സിനിമ ഗംഭീരം എന്നുള്ള വാക്ക് തന്നെയാണ് പറയുന്നത്. അതായത് സിനിമ ചെറിയ ഒരു ടീം, അതായത് ഡൊമിനിക് ചെറിയ ടീമല്ല, ഡൊമിനിക്കിൻ്റെ ഡിറ്റക്റ്റീവ് ഏജൻസി മമ്മൂട്ടി അതിൻ്റെ പോസ്റ്റർ അടിച്ച പോലെ ചെറിയതായിട്ട് കാണേണ്ട അത്യാവശ്യം ഗംഭീര സംഭവം തന്നെയാണ് എന്നുള്ളതാണ്. ഇതിനകത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ട ഘടകങ്ങളെല്ലാം തന്നെ ചേർന്നിട്ടുള്ള ടോട്ടലി മിക്സ് ആയിട്ട് ആക്ഷൻ അല്ലെങ്കിൽ കോമഡി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാ രീതിയിലും ഉള്ള ഒരു ചിത്രം എന്ന് വെച്ചിട്ട് ത്രൂ ഔട്ട് ഒരു കോമഡി സിനിമയായിട്ട് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. ഒരു ഡിറ്റക്റ്റീവിൻ്റെ സ്റ്റോറിയാണ്. ഒരു സാധാരണക്കാരനായ ഡിറ്റക്റ്റീവിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ പോകുന്ന ഒരാൾ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ലെവലിൽ തന്നെയുള്ള നല്ല മേക്കിങ്ങോട് കൂടിയ ഒരു സിനിമ. GVM എന്ന ഡയറക്ടർ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ഔട്ടും അതിൽ കാണാമെന്ന് പറയുന്നു. അതേപോലെ തന്നെ മമ്മൂക്കയുടെ അഭിനയ പ്രകടനം തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയി വരുന്നത്. പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലെ ഒരു നടന് ഇങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട സിനിമകളിലൊന്നും തന്നെ ചെയ്യാനില്ല. പക്ഷേ അതിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മമ്മൂക്കയുടെ വ്യത്യാസം. അത് ഇതിലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷകൾ അവർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതും. ഒപ്പം സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തും എന്നുള്ള ലെവലാണ്. സിമ്പിളായിട്ടുള്ള സ്റ്റോറിയുമായി വരുന്നു. ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങി നല്ല ലെവലിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് എങ്ങും ബോറടിക്കാത്ത ലെവലിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. ഇനിയും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് നാളെ സിനിമ കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം എപ്പോഴും അണിയറയിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ എപ്പോഴും ഏത് സിനിമ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലത് ശരിയാവാറുണ്ട്, ചിലത് ശരിയാകാറില്ല. കാരണം അത് ഒരു പക്ഷേ അവരവർ കാണുന്ന ആ ഒരു വ്യൂവിൻ്റെ തന്നെയായിരിക്കാം എന്നുള്ളത് പറയാം. പക്ഷേ ഇവിടെ നമ്മളേറെ പ്രതീക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പേ നമ്മൾ അറിഞ്ഞിരുന്നു അണിയറയിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു കാര്യങ്ങളിൽ നിന്ന് സിനിമ നല്ല ഒരു പടം തന്നെയാണ്. അതിൻ്റെ കോൺഫിഡൻസിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഹൈപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വരുന്ന സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നു ബുക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് പ്രീസെയിൽ 60 ലക്ഷം രൂപയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 70 ലക്ഷം രൂപ അല്ലെങ്കിൽ 75 ലക്ഷം രൂപയിലേക്ക് എത്തുന്നു എന്നുള്ളത്, അതായത് 1 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. പക്ഷേ നാളെ തിയേറ്ററുകൾ തീപിടിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയുമാണ്. എന്തായാലും ആദ്യ ഷോ 9:30-ക്കാണ് തുടങ്ങുന്നത്. ഈ പ്രിവ്യൂ ഷോയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ സത്യസന്ധമെങ്കിൽ ഇത് ആളിക്കത്തും. മമ്മൂട്ടിയുടെ ആദ്യ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും 2025 ഈ ഒരു സിനിമ. അതൊരു പ്രതീക്ഷയോടെ തന്നെ നമ്മൾ കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് രാവിലെ ബുക്ക് ചെയ്തിട്ടുള്ളവർ, ആരൊക്കെയാണ് ഫസ്റ്റ് ഷോയ്ക്ക് കാണാൻ പോകുന്നത്, ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. നല്ല ലെവലിൽ തന്നെയാണ് സിനിമ പോകുന്നത്. മേക്കിംഗ് ആൻഡ് അണിയറ ഗംഭീരമാണ്. 3ഓളം ആക്ഷൻ സീക്വൻസിന് വേണ്ടിയിട്ട് 3ഓളം കൊറിയോഗ്രാഫേഴ്സ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മികച്ച രീതി തന്നെയായിരിക്കും. കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗ്രേറ്റ് മീഡിയാസ്.